ഹലോ നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ പയ്യാനയിലാണ് കേട്ടോ. അതായത് മൈസൂരുള്ള പയ്യാന കാർ മ്യൂസിയത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ ലോറി ലൈഫ് നിങ്ങൾ കണ്ടിരിക്കുമല്ലോ. ആ ലോറി ലൈഫ് ചെയ്യുന്ന സമയത്താണ് യാദൃശികമായിട്ട് ഞാൻ ഈ ഒരു കാർ മ്യൂസിയത്തിൽ എത്തിയത്. എത്ര ടൈപ്പ് വണ്ടികളാണ് ഇവിടെ ഉള്ളത് അറിയോ? ഈ മ്യൂസിയം ശരിക്കും വെറുത്താണ് കേട്ടോ. 75 രൂപയാണ് ടിക്കറ്റിന്. പക്ഷേ അത് നല്ല മുതലാവണ ഒരു പ്രൈസാണ്. കാരണം വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഇല്ലാത്ത വണ്ടികളൊന്നുമില്ല. ഞാനിതിൻ്റെ ഫുൾ വീഡിയോ യൂട്യൂബ് ചാനൽ വണ്ടിമ ചാനലിൽ ഇടുന്നതായിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ലോറി ലൈഫ് അതുപോലെയുള്ള ഒരു വണ്ടിയുടെ റിവ്യൂ കാര്യങ്ങളൊക്കെ നമ്മൾ വണ്ടിമച്ചാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് വ്യൂസ് കുറവാണെന്ന് കാണാൻ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നാളെ ഞാൻ ഈ ഒരു വീഡിയോ ഫുൾ വീഡിയോ ഈ കാർ മ്യൂസിയത്തിനെ കുറിച്ചുള്ള വീഡിയോ വണ്ടിമച്ചാൻ ചാനലിൽ ഫുൾ വീഡിയോ ഇടാം കേട്ടോ. ഒന്ന് കണ്ടോളൂ. ശരിക്കും ആരെങ്കിലൊക്കെ മൈസൂർ വഴിക്ക് പോകണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു 10 കിലോമീറ്റർ മൈസൂരിൽ നിന്നും മാറി നമ്മുടെ ബാംഗ്ലൂർ ഹൈവേയിലാണ് ഈ ഒരു മ്യൂസിയം സ്ഥിതി ചെയ്യണേട്ടോ. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പല പഴയ മോഡൽ വണ്ടികൾ നമ്മൾ കണ്ണിൽ നിന്ന് മാഞ്ഞു പോയ പല മോഡൽ വണ്ടികൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഞാൻ അതിനൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ളതിൻ്റെ ടോർക്കിനെ കുറിച്ചിട്ടും പവറിനെ കുറിച്ചിട്ടൊക്കെ വിശദമായിട്ട് പറഞ്ഞൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഞാനിതിൻ്റെ ഏതൊക്കെ മോഡലാണ്, ഏതൊക്കെ വണ്ടിയാണ്, ഏതൊക്കെ കൺട്രിയിൽ ഉള്ള വണ്ടിയാണ്, അതൊക്കെ ഞാൻ വ്യക്തമായിട്ട് പറയാം കേട്ടോ. ഇതിൽ പ്രമുഖന്മാരായിട്ടുള്ള നടന്മാരുടെ വണ്ടികൾ പലതും ഉണ്ട് കേട്ടോ ഈ ഒരു കളക്ഷനിൽ. പലരും ഇത് ഫ്രീ ആയിട്ട് ഇവർക്ക് കൊടുത്തതാണെന്നൊക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പല പട്ടാളത്തിൽ യൂസ് ചെയ്തിരുന്ന വണ്ടി, ഇന്ത്യൻ പട്ടാളത്തിൽ യൂസ് ചെയ്തിരുന്ന വണ്ടികൾ എല്ലാം നമുക്കിതിൽ കാണാൻ പറ്റും കേട്ടോ. ഇപ്പോൾ റീസെൻറ്റ് സമയത്ത് നമ്മൾ യൂസ് ചെയ്തിരുന്ന ലാൻസർ കാറ് വരെയുള്ള വണ്ടികൾ വരെ നമുക്ക് ഈ ഒരു കാർ കളക്ഷനിൽ കാണാൻ പറ്റും. പഴയ സി ലോറി അങ്ങനെയുള്ള ലോറിയുടെ കളക്ഷൻസും ഒക്കെ നമുക്കിതിൽ കാണാൻ കഴിഞ്ഞു. ഇതാണ് ഞാൻ പറഞ്ഞ നടൻ കൊടുത്തിട്ടുള്ള ആ ഒരു വണ്ടിയുടെ. അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതിനെക്കുറിച്ചിട്ട് ഞാൻ പറയുന്നുണ്ട്. അത് ആ വീഡിയോ കണ്ടാൽ മതി. വണ്ടി മച്ചാൻ ചാനലിൽ ഞാൻ ആ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്താൽ മതി കേട്ടോ. ഫിയറ്റിൻ്റെയൊക്കെ പല ടൈപ്പ് വണ്ടികൾ നമുക്കിവിടെ കാണാൻ സാധിച്ചു കേട്ടോ. എന്താ പറയുക, വല്ലാത്തൊരു കാർ കളക്ഷനാണ്. എല്ലാം നല്ല എന്താ പറയുക, ഇപ്പോഴും നല്ല പുത്തൻ വണ്ടി പോലെയാണ് ഇരിക്കുന്നതൊക്കെ. ഹൈലി മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരുടെ കയ്യിലുണ്ടായിരുന്ന വണ്ടികളാണ് ഇതൊക്കെ. പണ്ട് കാലത്ത് മുംബൈയിൽ ഓടിയിരുന്ന വണ്ടിയാണത്. ഇത് മറക്കാൻ പറ്റില്ല അല്ലേ. അതുപോലെ ബെൻസിൻ്റെ പല ടൈപ്പ് വണ്ടികളും BMൻ്റെ പല ടൈപ്പ് വണ്ടികളും കണ്ടു. മേഴ്സസ് ബെൻസ് എന്നൊക്കെ പറയുമ്പോൾ ആദ്യം കരുണാകരൻ സാറിൻ്റെ ആ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്ന ആ ടൈപ്പ് വണ്ടികളും, റീസെൻറ്റ് സമയത്ത് നമ്മുടെ വല്യേട്ടൻ സിനിമ ഇറങ്ങിയപ്പോൾ മമ്മൂക്ക യൂസ് ചെയ്തിരുന്ന ആ വല്യേട്ടൻ സിനിമയിലെ വരുന്ന ആ ടൈപ്പ് വണ്ടി ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഈ ഒരു സെക്ഷനിൽ നമുക്ക് കാണാൻ സാധിച്ചു കേട്ടോ. നമുക്ക് ഈ വണ്ടികൾ കാണുമ്പോഴാണ് ആ കാലഘട്ടങ്ങൾ ഇങ്ങനെ കാലഘട്ടം ഇത്രയും ഇതിലായിരുന്നില്ലേ പോയിരുന്നത്, കൊറോള ഈ ടൈമിലായിരുന്നില്ലേ ആ വണ്ടികൾ ഇറങ്ങിയിരുന്നത് എന്നൊക്കെ നമുക്കത് ശരിക്കും മനസ്സിലാവും. ആ വർഷങ്ങൾ നമുക്ക് ഓർമ്മ വരും. റീസെൻറ്റ് സമയത്ത് ഇറങ്ങിയിട്ടുള്ള വണ്ടികൾ വരെയുള്ള എല്ലാ ടൈപ്പ് വണ്ടികളും പഴയ വണ്ടികളും എല്ലാം നമുക്കിതിൽ കാണാൻ സാധിക്കും. ഫുൾ വീഡിയോ വണ്ടി മച്ചാൻ ചാനലിൽ ഇടുന്നുണ്ട് കേട്ടോ.